ക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി തത്സമയം തുടരുന്നുണ്ട്. ശ്രീ GL അരുൺ ഗോപി, വയനാട്ടിലും ഇതാണ് അവസ്ഥ. സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധനയിലേക്ക് ശിശുക്ഷേമ സമിതി കടക്കേണ്ടതല്ലേ? തീർച്ചയായും അടിയന്തരമായി തന്നെ ഇത്തരത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്ത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ കർക്കശമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകും. അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ അത് വളരെ വേഗതയിൽ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതോടൊപ്പം ഫണ്ടിൻ്റെ അപര്യാപ്തത അത് പരിഹരിക്കുന്നത് എങ്ങനെ എന്നുള്ള സംഗതി കൂടെ പരിശോധിക്കും. MLA ഫണ്ടിൽ നിന്ന് അമ്മത്തൊട്ടിൽ നിർമ്മാണത്തിന് തുക അനുവദിക്കാമെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നതുകൂടി സമിതി പരിശോധിക്കും. നിലവിൽ ഇപ്പോൾ വയനാട് ചൂണ്ടിക്കാണിച്ച പ്രശ്നം, ആ പ്രശ്നത്തിൽ അടിയന്തര സ്വഭാവത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തും. ഇത് സൂചിപ്പിക്കപ്പെടുമ്പോൾ തന്നെ 2015 JJ നിലവിൽ വന്നതിനു ശേഷം നിയമപരമായി കുട്ടികളെ ഉപേക്ഷിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു ആശുപത്രിയിൽ അവിചാരിതമായി ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിക്കുകയാണ്, അത് അവിചാരിതമാണ് എന്ന് ആശുപത്രി അധികൃതർക്ക് തോന്നുകയാണെങ്കിൽ അവർ ആ സെക്കൻഡിൽ തന്നെ CWC അറിയിക്കുന്ന പതിവുണ്ട്. CWC അറിയിക്കുകയും CWC മുഖാന്തരം ആ കുട്ടിയെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ മറ്റൊരു തരത്തിലുണ്ട്. അതുകൂടി യഥാർത്ഥത്തിൽ ഒരു പൊതുബോധ നിർമ്മിതിയിലേക്ക് കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ഇടപെടണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അമ്മത്തൊട്ടിൽ മാത്രമല്ല കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനുള്ള മാർഗം, നിയമപരമായ മറ്റു മാർഗങ്ങൾ ഉണ്ട്. അതുകൂടി നമുക്കൊരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് ചർച്ചയായി കൊണ്ടുവരാൻ സാധിക്കണം. ഒരു പൊതുബോധ നിർമ്മിതിയിലേക്ക് കുട്ടികൾ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന പൊതുബോധ നിർമ്മിതി നിർമ്മിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, ശ്രീ അരുൺ ഗോപിക്ക് മനസ്സിലായി കാണുമല്ലോ, സർക്കാരിനെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇത് സാഹചര്യം ഇതാണ്, മറ്റ് സംവിധാനങ്ങളുണ്ട്. കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തരുത് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. അയൽവക്കങ്ങളിൽ അസ്വാഭാവികമായി ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അത് സ്വാഭാവികമായി ഒന്ന് പോയി നോക്കാൻ, എന്തുകൊണ്ടാണ് ആ കുട്ടി കരയുന്നത്, ഇന്നലെ വരെ ഇല്ലാത്തൊരു കരച്ചിൽ അല്ലെങ്കിൽ ആ വീട്ടിലില്ലാത്ത ഒരു കുട്ടിയുടെ കരച്ചിൽ, എന്തുകൊണ്ട് ഒരു കുട്ടിയുടെ കരച്ചിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മുഴങ്ങുന്നു എന്ന് ചെന്ന് ചോദിക്കാൻ അയൽവക്കക്കാർ തയ്യാറാകണം. അവിടെ പൊതുപ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങളടക്കം മുന്നിട്ടിറങ്ങിയാൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടാൻ സാധിക്കും. നാളെയുടെ ലോകം കുട്ടികളുടെ ലോകം കൂടിയാണ് എന്ന് നമുക്ക് വളരെ ഉച്ചത്തിൽ എല്ലാവർക്കും കൂടി ചേർന്ന് വിളിച്ചു പറയാം. കുട്ടികൾക്കിണങ്ങിയ ലോകം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. റിപ്പോർട്ടർ എടുത്ത ഈ ഇനിഷ്യേറ്റീവിനെ പ്രത്യേകമായി സമിതി അഭിനന്ദിക്കുകയാണ്. വളരെ നന്ദി ശ്രീ GL അരുൺ ഗോപി. ഈ അഭിനന്ദനം ഞങ്ങളുടെ ടീമിനെ, എൻ്റെ റിപ്പോർട്ടർ ടീമിനെ ഞാൻ കൈമാറുകയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടുതലായി അമ്മത്തൊട്ടിലടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യക്ഷമമായി പ്രവർത്തിക്കട്ടെ എന്നത് മാത്രമാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു പൂ വിരിയുന്നത് പോലെയാണ്, അത് കശക്കി എറിയാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്.